ഒരു സഹോദരൻ ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ ഒരു കാൽവറി സ്വരം പ്രോഗ്രാം പോലും സ്പോൺസർ ചെയ്യുവാനുള്ളതായ ഒരു കഴിവ് ഇല്ല എന്ന്. അത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ആഗ്രഹത്തോടുകൂടി കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ എൻ്റെ ആഗ്രഹത്തെ കർത്താവിനെ ഞാൻ അറിയിച്ചു. കർത്താവ് എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: എൻ്റെ കയ്യിൽ അതിനുള്ള നന്മയുണ്ടായിരിക്കണമെന്നൊന്നുമില്ല. എനിക്ക് ആഗ്രഹമുണ്ടായാൽ മതി, അത് നിവർത്തിക്കുവാൻ കർത്താവിടയാകും. അവനതെനിക്ക് നൽകിത്തരും എന്ന് ഞാൻ ഗ്രഹിച്ചു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കാൽവരി സ്വരം സ്പോൺസർ ചെയ്യാനുള്ള കഴിവും നന്മയുമെല്ലാം ദൈവം എനിക്ക് തന്നു. ചോദിക്കട്ടെ, ഒരു പ്രോഗ്രാം പോലും സ്പോൺസർ ചെയ്യാൻ കഴിയാതിരുന്ന ഈ സഹോദരന് ദിവസം ഒരു പ്രോഗ്രാം വെച്ച് സ്പോൺസർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ അത് സാധ്യമായത്? ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങൾ തന്നെ പറയൂ, അവൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. ആ സഹോദരനെ അനുഗ്രഹിച്ചതായ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കില്ലേ? എന്തു പറയുന്നു? അനുഗ്രഹിക്കുകയില്ലേ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആഗ്രഹം അറിയിച്ചാൽ മതി. കർത്താവേ, ഈ ആഗ്രഹം എനിക്കുണ്ട്, എന്നാൽ അതിന് തക്ക ജോലി എനിക്കില്ല. എനിക്ക് ഈ ഒരു ആശയുണ്ട്, അതിന് തക്കതായ സാമ്പത്തിക മേന്മ എനിക്കില്ല. എനിക്ക് ആശയുണ്ട്, അതിന് തക്ക വരുമാനം എനിക്കില്ല. ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിനെ നീ തൃപ്തിപ്പെടുത്തണമേ, അതിനുള്ള കഴിവും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായും നിറവേറ്റിത്തരും. ഈ പാവപ്പെട്ട കുടുംബം അതാണ് ചെയ്തത്. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, മാസം ഒരു പ്രോഗ്രാം വെച്ച് സ്പോൺസർ ചെയ്യണം. ദൈവം എന്താണ് ചെയ്തത്? 30 വർഷമായി കിട്ടാതിരുന്നതായ വസ്തു അവരുടെ പിതാവ് മരിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും ഒരു ബന്ധുവും കടന്നു വന്നില്ല. എന്നാൽ സ്വത്ത് മുഴുവൻ അവർ തട്ടിയെടുക്കാനിടയായി. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ദൈവം അത്ഭുതകരമായ അവരുടെ സ്വത്തുകൾ അവർക്ക് കൊടുത്തു. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്കൊരു നിമിഷം ഞാൻ തരുകയാണ്. ആ ഒരു നിമിഷം നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാമോ? കണ്ണടച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ഇന്ന ആശയുണ്ട്. ആഗ്രഹിക്കുന്ന മനസ്സുകളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമായിരിക്കൊണ്ട് കർത്താവേ, ഇത് നേടിയെടുക്കാനുള്ള കൃപ, ശക്തി എനിക്ക് തരണമേ. മാസം 30 പ്രോഗ്രാമുകൾ വെച്ച് ഒരു വർഷം 365 പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്തുവെങ്കിൽ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചതുകൊണ്ടാണ്. എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണം. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ വ്യാപാരത്തിൽ, വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ പ്രവൃത്തിയിലെല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും കൂപ്പി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സ്നേഹത്തെയും നിന്റെ ക്ഷമയെയും നിന്റെ മരണത്തെയും ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ഉത്തരവാദിത്തം നീ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല വ്യക്തികൾക്കും വേണ്ടി നീ പ്രാണനെ കൊടുത്തതാണ്. ആ വാസ്തവം, ആ സത്യം അറിയാതെ അനേകം ആളുകൾ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് നിന്നെക്കുറിച്ചുള്ളതായ രക്ഷയുടെ സുവിശേഷത്തെ അറിയിക്കുവാനുള്ള, പ്രസംഗിക്കുവാനുള്ളതായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനുള്ള ശക്തിയോ കൃപയോ ഒന്നുമില്ല. ഞങ്ങളുടെ കർത്താവേ, ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്നതായ അധ്വാനത്തിൻ്റെ പ്രതിഫലം കാണുവാനായിട്ട് കഴിയുന്നില്ലല്ലോ. ബലം നൽകണമേ, അതിനുള്ള കൃപ തരയണമേ. ആത്മീയതയിൽ നിന്നുകൊണ്ട് അധികം ഭൗതിക നന്മ പ്രാപിച്ച്, അധികം അനുഗ്രഹം പ്രാപിച്ച്, അധികം ആരോഗ്യം പ്രാപിച്ചെടുത്ത് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ സന്ദർഭത്തിൽ ഏതു സഹോദരനാണോ സഹോദരിയാണോ അവരുടെ വായ് തുറന്നുകൊണ്ട് അവരുടെ ആഗ്രഹം എന്താണെന്ന് നിന്നോട് അറിയിക്കുന്നത്, അവരുടെ ആഗ്രഹത്തെ നിവർത്തിക്കണമേ. അതുപോലെ നിന്റെ എളിയ ദാസൻ തന്റെ മക്കൾക്കു വേണ്ടി ചെയ്യുന്നതായ പ്രാർത്ഥന കൈക്കൊണ്ടുകൊണ്ട് അത്യധികമായി സകല മക്കളെയും അനുഗ്രഹിക്കണമെന്ന്, സമൃദ്ധി നൽകണമെന്ന്, ശക്തി നൽകണമെന്ന്, സാമ്പത്തിക ബലം നൽകണമെന്ന്, കൂടുതൽ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി കൂടുതൽ സുവിശേഷ വേല ചെയ്തുകൊണ്ട് കൂടുതൽ ദൈവത്തിൽ സമർപ്പണമുള്ളവരായി ജീവിക്കുവാൻ സകല വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.